ഹായ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇവിടുന്നൊരു മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ലോകത്തിൻ്റെ മറ്റേ അറ്റത്തെത്തുന്നതെന്ന്? അതൊരു മാജിക് ഒന്നുമല്ല, ഇതിൻ്റെ പിന്നിലൊരു വലിയ ശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ സിഗ്നലുകളുടെ ഒരു രഹസ്യയാത്രയുണ്ടല്ലോ, അതും ഈ കാണാൻ പറ്റാത്ത സിഗ്നലുകളെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്, എന്തിനേറെ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഈ ചോദ്യം തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മെസ്സേജ് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മാന്ത്രികവിദ്യയൊന്നുമല്ല. ഇതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു സിഗ്നലിൻ്റെ കൂടെ അങ്ങ് യാത്ര ചെയ്യാം, അതിൻ്റെ രഹസ്യം കണ്ടെത്താം. ഈ യാത്ര ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണെന്നറിയണം. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. വിവരങ്ങൾ, അതായത് ഇൻഫർമേഷൻ, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വിശ്വസനീയമായിട്ട് എത്തിക്കാൻ സഹായിക്കുന്ന എന്തും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ തൊട്ട് നമ്മളെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ് വരെ എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻഫർമേഷൻ അയക്കാനും സ്വീകരിക്കാനും വേണ്ടിയുള്ളൊരു സെറ്റപ്പ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എടുത്താലും, അത് പണ്ടത്തെ ടെലിഫോൺ ലൈൻ ആവട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് 5G ടെക്നോളജി ആവട്ടെ, എല്ലാത്തിനും ഒരു പൊതുവായ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, ഒരു സാർവത്രിക രൂപരേഖ. അപ്പോൾ എന്താണ് ഈ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ആ ഒരു ഘടന? നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ 5 ഘട്ടങ്ങൾ. ഏതൊരു മെസ്സേജും ഈ ഒരു 5 സ്റ്റേജിലൂടെയാണ് കടന്നുപോകുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് സോഴ്സ്, അതായത് നമ്മുടെ ശബ്ദം അല്ലെങ്കിൽ ഒരു ചിത്രം. ഇതിനെ ഒരു ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ, ഉദാഹരണത്തിന് ഒരു മൈക്രോഫോൺ, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. അടുത്തത് ട്രാൻസ്മിറ്റർ. ഈ സിഗ്നലിനെ ദൂരയാത്രയ്ക്കു വേണ്ടി പാക്ക് ചെയ്ത് റെഡിയാക്കുന്നയാളാണ് ട്രാൻസ്മിറ്റർ. മൂന്നാമത് ട്രാൻസ്മിഷൻ ചാനൽ. ഇതാണ് സിഗ്നൽ പോകുന്ന വഴി, ഒരു കേബിളോ അല്ലെങ്കിൽ വായുവിലൂടെയോ ആകാം. നാലാമത് റിസീവർ. ഈ യാത്ര ചെയ്തു വരുന്ന സിഗ്നലിനെ പിടിച്ചെടുത്ത് ഡീകോഡ് ചെയ്യുന്നത് റിസീവറാണ്. അവസാനം ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ, അതായത് നമ്മുടെ ഫോണിലെ സ്പീക്കർ. അത് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദമാക്കി മാറ്റുന്നു. കണ്ടില്ലേ, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്? ഈ പറഞ്ഞതൊക്കെ കുറച്ച് ടെക്നിക്കലായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു പോസ്റ്റ് ഓഫീസ് സിസ്റ്റവുമായി താരതമ്യം ചെയ്യാം. സംഭവം പെട്ടെന്ന് മനസ്സിലാവും. നോക്കും, ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ്, അതായത് കത്ത്, ഒരു കവറിലിട്ട് പാക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് പോലെയാണ്. സിഗ്നലിന് ദൂരേക്ക് അയക്കാൻ പാകത്തിന് ഒരു വാഹക തരംഗത്തിൽ കയറ്റിനിടുന്ന ഈ പാക്കിങ്ങിനെയാണ് നമ്മൾ ടെക്നിക്കലായി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി ചാനൽ എന്താണ്? അത് സിഗ്നൽ പോകുന്ന വഴിയാണ്, അതായത് നമ്മുടെ കത്ത് പോകുന്ന റോഡ്. അവസാനം റിസീവർ, അത് മറ്റേ അറ്റത്തിരുന്ന് ഈ കത്ത് തുറന്നു വായിക്കുന്ന ആൾ. സിമ്പിളല്ലേ? പക്ഷേ ഈ യാത്ര എപ്പോഴും അത്ര സ്മൂത്തായിരിക്കുമോ? നമ്മുടെ കത്ത് പോകുന്ന വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാം, ചിലപ്പോൾ കവർ കീറിപ്പോകാം, അല്ലേ? അതുപോലെ തന്നെയാണ് സിഗ്നലിന്റെ കാര്യവും. പല വെല്ലുവിളികളുണ്ട്. ഒന്ന്, അറ്റൻവേഷൻ, അതായത് ദൂരം കൂടുന്തോറും സിഗ്നലിന്റെ ശക്തി കുറഞ്ഞു വരും. പിന്നെ ഡിസ്റ്റോർഷൻ, സിഗ്നലിന്റെ യഥാർത്ഥ രൂപത്തിന് മാറ്റം സംഭവിക്കുന്നത്. ഏറ്റവും വലിയ വില്ലനാണ് നോയിസ്, അതായത് നമ്മുടെ സിഗ്നലിന്റെ കൂടെ ആവശ്യമില്ലാത്ത വേറെ സിഗ്നലുകൾ കയറിക്കൂടുന്നത്. ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് സിഗ്നലിന് സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് എഞ്ചിനീയർമാരുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് എടുത്തിട്ട് ഇന്നത്തെ ഒരു മോഡേൺ ടെക്നോളജിയിൽ വെച്ച് നോക്കാം. നമ്മുടെയെല്ലാം വീടുകളിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്ന ഫൈബർ ഓപ്റ്റിക്സ്, അതെ, പ്രകാശതരംഗങ്ങൾ ഉപയോഗിച്ച് ഡേറ്റ അയക്കുന്ന ആ ലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതെ, അപ്പോൾ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ 5 ഘട്ടങ്ങളുള്ള ബ്ലൂ പ്രിന്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ കറുത്ത ഫൈബർ ഓപ്റ്റിക് കേബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവിടെ ആരാണ് ട്രാൻസ്മിറ്റർ, എന്താണ് ചാനൽ? ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയർ ആവും. നമ്മുടെ സാധാരണ സിസ്റ്റത്തിലെ ട്രാൻസ്മിറ്ററിന് പകരം ഫൈബർ ഓപ്റ്റിക്സിൽ ആരാണെന്നോ, ഒരു ലൈറ്റ് സോഴ്സ്, അതായത് ഒരു LED-യോ ലേസറോ. ഇതിന്റെ പണി നമ്മുടെ ഇലക്ട്രിക്കൽ ഡേറ്റയെ ലൈറ്റ് പൾസുകളാക്കി മാറ്റുക എന്നതാണ്. ഇനി ചാനലോ, അത് ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ തന്നെ, ഈ പ്രകാശത്തെ ദൂരേക്ക് കൊണ്ടുപോകുന്ന പാത. മറ്റേ അറ്റത്ത് റിസീവറായിട്ട് ഒരു ലൈറ്റ് ഡിറ്റക്ടർ ഉണ്ടാകും. അതിന്റെ ജോലി വരുന്ന ലൈറ്റ് പൾസുകളെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുക എന്നതും. കണ്ടില്ലേ, അടിസ്ഥാന തത്വം ഒന്നുതന്നെ, ടെക്നോളജി മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഒരു സംശയം വരാം, ഈ ലൈറ്റ് സിഗ്നൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോൾ അതിന്റെ ശക്തി കുറയില്ലേ? തീർച്ചയായും കുറയും. അതിനൊരു പരിഹാരമുണ്ട്, അതാണ് റീജനറേറ്ററുകൾ. ഇവയെ നമുക്ക് വഴിയിലുള്ള ബൂസ്റ്റർ സ്റ്റേഷനുകൾ എന്ന് വിളിക്കാം. ഒരുപാട് ദൂരം ഓടിത്തളർന്ന ഒരാൾക്ക് വെള്ളം കൊടുത്ത് റീചാർജ് ചെയ്ത് വിടുന്നതുപോലെ ഈ റീജനറേറ്ററുകൾ ദുർബലമായ പ്രകാശ സിഗ്നലിനെ പിടിച്ചെടുത്ത് അതിനു വീണ്ടും ശക്തി നൽകി യാത്ര തുടരാൻ സഹായിക്കുന്നു.
ശരി, അപ്പോൾ ഒരു സിഗ്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒരു പ്രധാന ചോദ്യം ബാക്കിയില്ലേ? ഈ സിഗ്നലുകളൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവയല്ല. പിന്നെ എങ്ങനെയാണ് എഞ്ചിനീയർമാർ ഇവയെ കാണുന്നത്, അല്ലെങ്കിൽ അളക്കുന്നത്? അവിടെയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ലോകം വരുന്നത്. നമുക്ക് ആ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. അതെ, ഇതാണ് ചോദ്യം. സിഗ്നലുകൾ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു എഞ്ചിനീയർ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിലൂടെ പോകുന്ന കറന്റോ വോൾട്ടേജോ അവർക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കൃത്യമായി അളക്കാൻ സാധിക്കുന്നത്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക് മെഷറിംഗ് ഉപകരണം എടുത്താലും അതിനടിസ്ഥാനപരമായി ഈ 3 ഭാഗങ്ങളുണ്ടാകും. ഇതതിന്റെ ബ്ലൂപ്രിന്റ് പോലെയാണ്. ഒന്നാമത്തത് ട്രാൻസ്ഡ്യൂസർ. ഇതിന്റെ പണി നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ സെൻസ് ചെയ്യുക എന്നതാണ്. ഒരു തെർമോമീറ്ററിൽ ചൂടളക്കുന്ന സെൻസർ പോലെ. രണ്ടാമത്തത് സിഗ്നൽ കണ്ടീഷണർ. ഈ സെൻസ് ചെയ്ത സിഗ്നലിനെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് പ്രോസസ്സ് ചെയ്ത് മാറ്റുന്ന ഭാഗമാണിത്. മൂന്നാമത്തത് ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ്. വളരെ സിമ്പിൾ, നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്ന ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്ക്രീൻ. അപ്പോൾ ഈ അടിസ്ഥാന തത്വം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെ കയ്യിൽ എപ്പോഴും കാണുന്ന 2 പ്രധാനപ്പെട്ട ആയുധങ്ങളെ അല്ലെങ്കിൽ ടൂൾസിനെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതാണ് ഒന്നാമത്തെ ആൺ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ. നമ്മൾ സ്നേഹത്തോടെ DMM എന്ന് വിളിക്കും. ഇതൊരു ഓൾ ഇൻ വൺ ടൂളാണ്. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, അങ്ങനെ പ്രധാനപ്പെട്ട എന്തളക്കണമെങ്കിലും ഈ ഒരൊറ്റ ഉപകരണം മതി. അതുകൊണ്ടാണിതിനെ മൾട്ടിമീറ്റർ എന്ന് വിളിക്കുന്നത്. ഈ DMMന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഇതിന്റെ പ്രധാന ദൗത്യം എന്താണെന്ന് വെച്ചാൽ, അത് എന്ത് സിഗ്നൽ അളന്നാലും, അത് കറന്റാകട്ടെ, AC വോൾട്ടേജ് ആകട്ടെ, എന്തുമാകട്ടെ, അതിനെ ആദ്യം ഒരു സിമ്പിൾ DC വോൾട്ടേജാക്കി മാറ്റും. ഈ ഒരൊറ്റ സ്റ്റെപ്പാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ കാതൽ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. സ്റ്റെപ്പ് 1, നമ്മൾ അളക്കേണ്ട സിഗ്നൽ, അതായത് കറന്റോ വോൾട്ടേജോ ഇൻപുട്ടായി വരുന്നു. സ്റ്റെപ്പ് 2, DMMന്റെ ഉള്ളിലുള്ള സർക്യൂട്ട് ഇതിനെ ഒരു DC വോൾട്ടേജാക്കി മാറ്റുന്നു. സ്റ്റെപ്പ് 3, ഈ കിട്ടിയ അനലോഗ് DC വോൾട്ടേജിനെ ഒരു A/D കൺവേർട്ടർ, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ നമ്പറാക്കി മാറ്റുന്നു. അവസാന സ്റ്റെപ്പ്, ആ നമ്പർ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ തെളിയുന്നു. കഴിഞ്ഞു. ശരി, അപ്പോൾ DMM സിഗ്നലുകളെ അളക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ അടുത്ത ടൂല് നേരെ തിരിച്ചാണ്. ഇതാണ് ഫംഗ്ഷൻ ജനറേറ്റർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് സിഗ്നലുകളെ ജനറേറ്റ് ചെയ്യുന്ന, അതായത് ഉണ്ടാക്കുന്നൊരു ഉപകരണമാണ്. ഇതൊരു സിഗ്നൽ ക്രിയേറ്ററാണ്. പുതിയ സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സിഗ്നലുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അവിടെയാണ് ഫംഗ്ഷൻ ജനറേറ്റർ ഹീറോ ആകുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ജനറേറ്ററിന് ഏതൊക്കെ തരം സിഗ്നലുകൾ ഉണ്ടാക്കാൻ പറ്റും? പ്രധാനമായും 3 തരം വേവ് ഫോമുകളാണ് ഇവനുണ്ടാക്കുന്നത്. 1, വളരെ സ്മൂത്തായിട്ടുള്ള സൈൻ വേവ്. 2, ഒരു സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത് പോലെയുള്ള സ്ക്വയർ വേവ്. പിന്നെ മൂന്നാമത്തേത് ഒരു ത്രികോണത്തിന്റെ ആകൃതിയിലുള്ള ട്രയാങ്കുലർ വേവ്. ഇവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയുമ്പോഴാണ് ശരിക്കും രസം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്, ഒന്നിനു പുറകെ ഒന്നായി. നോക്കൂ, ആദ്യം ഒരു സ്ക്വയറിംഗ് സർക്യൂട്ട് ഒരു ബേസിക് സ്ക്വയർ വേവ് ഉണ്ടാക്കും. റെഡി. ഇനി ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഈ സ്ക്വയർ വേവിനെ എടുത്തിട്ട് അതിനെ ഒരു ട്രയാങ്കിൾ വേവാക്കി മാറ്റും. അടുത്ത സ്റ്റെപ്പിൽ ഒരു സൈൻ വേവ് കൺവേർട്ടർ ഈ ട്രയാങ്കിൾ വേവിനെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് അതിനെ നമ്മൾ ആദ്യം കണ്ട ആ സ്മൂത്ത് സൈൻ വേവാക്കി മാറ്റും. കണ്ടോ, ഒരെണ്ണത്തിൽ നിന്നാണ് മറ്റുള്ളവയെല്ലാം ഉണ്ടാകുന്നത്. വളരെ ക്ലവറായിട്ടുള്ളൊരു ഡിസൈൻ. അപ്പോൾ ഒരു സിഗ്നലിന്റെ യാത്ര, അത് കാണാനും അളക്കാനുമുള്ള വഴികൾ എല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുന്ന ഈ ആശയങ്ങളും ഈ ഉപകരണങ്ങളുമാണ് സത്യത്തിൽ നമ്മളിന്ന് കാണുന്ന ഈ കണക്റ്റഡ് ലോകത്തിന്റെ, ഈ ഡിജിറ്റൽ ലോകത്തിന്റെയൊക്കെ അടിസ്ഥാന ശിലകൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ അങ്ങ് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കുന്നതുവരെ ഇതിന്റെ എല്ലാം പിന്നിൽ ഈ അടിസ്ഥാന തത്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ചോദ്യം ഇതാണ്, ഈ അടിസ്ഥാന ശിലകൾ വെച്ച് അടുത്തതായി നമ്മൾ എന്തായിരിക്കും നിർമ്മിക്കാൻ പോകുന്നത്?